പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. അവനെ വിടുന്നില്ലല്ലോ, എനിക്ക് അത് മതി. അലയുടെ ചായ മുത്താണ്. മിത്ര ഡെബിയെ ഇറുകപ്പെടുന്ന അവൻ്റെ ഇരു കവളിലും ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ഓഹോ, അവൻ ഞാൻ മൊരടനല്ലേ? ഡെബി മിത്രയുടെ ഇടുപ്പിൽ ഇറുകെ പിടിച്ചുകൊണ്ട് ചോദിച്ചു. മൊരടനാണ്, എന്നാൽ പാവാ, എനിക്ക് ഒത്തിരി ഇഷ്ടാ. ഡെബിയുടെ മൂക്കിൻ തുമ്പിൽ പതിയെ പല്ലുകളായതിക്കൊണ്ട് മിത്ര പറഞ്ഞു. ഞാൻ മൊരടനാണ് അല്ലടി. മിത്ര വീണ്ടും പറഞ്ഞത് കേട്ട് അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഡെവി ചോദിച്ചതും മിത്ര പിടപ്പോൾ ഡെവിയുടെ മുഖത്തിൽ നിന്ന് നോട്ടം മാറ്റിക്കൊണ്ട് അതേ രീതിയിൽ മൂടി. ആഹാ, ഞാൻ മൊരടനാണല്ലേ, ശരിയാക്കി തരാടി നിന്നെ. അത് പറഞ്ഞ് ഡെവി അവളുടെ ഇടുപ്പിൽ നിന്ന് കൈകൾ മാറ്റി അവളുടെ ഇരു കൈകളും തൻ്റെ കൈക്ക് മുകളിലാക്കി മിത്രയുടെ കവളിൽ തൻ്റെ മീശയിട്ട് ഉരസിയതും ഇക്കിളിയെടുത്ത് നവണ്ണം മിത്ര പൊട്ടിച്ചിരിച്ചു. വേണ്ട ചായ, വേണ്ട. ചിരി നിർത്താൻ പറ്റാത്ത മിത്ര പറഞ്ഞതും ഡെവി തന്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് പോയിത്തി അവിടെ ചുണ്ടുകൾ പതിപ്പിക്കാൻ തുടങ്ങിയതും പതിയെ മിത്രയുടെ ചിരി നിന്നു. അവളുടെ കഴുത്തിലാകെ ഡെവിയുടെ ചുണ്ടുകൾ പതിയാൻ തുടങ്ങിയതും ചിരിക്കു പകരം അവളിൽ നിന്ന് നിശ്വാസങ്ങൾ ഉയർന്നു. ഇച്ചായ. വിവശതയോട് അടഞ്ഞു പോകുന്ന മിഴികൾ വലിച്ചു തുറന്നു മിത്ര ഡെവിയെ വിളിച്ചു. ഇച്ചായ, വേണ്ട. കഴുത്തിൽ നിന്നും ഡെവിയുടെ മുഖം അവളുടെ മാറിലേക്ക് അരിച്ചിറങ്ങിയതും മിത്ര പിടപ്പോടെ ഡെവിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. വേണം ദേവ. മിത്രയുടെ കണ്ണിലേക്ക് നോക്കി അതും പറഞ്ഞ് മിത്ര തടയുന്നതിന് മുമ്പായി ഡെവി അവളുടെ അതിരങ്ങളെ കടിച്ചെടുത്ത് വായിലാക്കി നുണയാൻ തുടങ്ങിയതും മിത്രയൊന്ന് കുറുകി ഡെവിയെ അള്ളിപ്പിടിച്ചു. മിത്രയ്ക്ക് ചിരിച്ച് ചുംബിക്കാൻ ഇട നൽകാതെ ഡെവി ഭ്രാന്തമായ ആവേശത്തോടെ മിത്രയെ വരിഞ്ഞു മുറുക്കി ചുംബിക്കാൻ തുടങ്ങിയതും ഡെവിക്ക് വിരിയായി മിത്ര അവന്റെ നെഞ്ചോരം പറ്റി നിന്നു. ശ്വാസം വിലങ്ങി തുടങ്ങിയതും ഡെവി അവളുടെ അതിരങ്ങളെ മോചിപ്പിച്ച ആവേശത്തോടെ തന്നെ അവളുടെ മുഖത്തെല്ലാം ചുണ്ടുകൾ ചേർത്ത് കഴുത്തിലേക്ക് മുഖം പൊഴുത്തി. പതിയെ പതിയെ ഡെവിയുടെ കരങ്ങളും മധുരങ്ങളും പല്ലുകളും അവളുടെ ദേഹമൊട്ടാകെ കുറുമ്പ് കാട്ടി ഒഴുകി നടന്നു. ഇരുവരിലും തടസ്സമായ ഒടിയാടകൾ നടത്തി മാറ്റി അവളിലെ പെണ്ണിനുണർത്തി ഡേവിഡ് ഒരു അഗ്നിയായി മിത്രയിലേക്ക് പടർന്നു കയറി. നിമിഷങ്ങൾ കടന്നു പോകും തോറും ഇരുവരുടെയും ദേഹങ്ങൾ വിയർപ്പിൽ കുതിർന്നു. സിൽക്കാരങ്ങളും കുറുകലും മടക്കി പിടിച്ച ശബ്ദങ്ങളും ആ റൂമിൽ ഉയർന്നു. ഒടുക്കമൊന്ന് വെട്ടിവെറിച്ച് ഡെവി മിത്രയുടെ മാറിലേക്ക് തളർന്നു വീണു. കുറച്ചു നേരം കഴിഞ്ഞതും ഡേവിഡ് അവളിൽ നിന്നും മടന്നു മാറി വിയർത്ത് കുളിച്ച് ആകെ ചുവന്ന് തുടുത്ത് കിടക്കുന്നവളെ എടുത്ത് തന്നെ നെഞ്ചിലേക്ക് കിടത്തിയതും മിത്ര തളർച്ചയോടെ ഡെവിയോട് ചേർന്ന് കിടന്നു. കൊച്ചേ. മിത്രയുടെ തലയിൽ തലോടിക്കൊണ്ട് ഡേവി വിളിച്ചതും മിത്രയൊന്ന് മൂളി. ഞാൻ മൊരടനാണോ കൊച്ചേ? നിന്നോട് എനിക്ക് സ്നേഹമില്ലേ? മിത്രയുടെ ഷോൾഡറിൽ തിണത്ത് കിടക്കുന്ന പാടിൽ കൂടി വിരലോടിച്ച് കള്ളച്ചിരിയുടെ ഡേവിഡ് ചോദിച്ചു. മൊരടനല്ല. ഡെവിയുടെ നെഞ്ചിൽ തൻ്റെ മൂക്കിട്ടുരസിക്കൊണ്ട് മിത്ര പറഞ്ഞു. ദേവ, അടങ്ങിക്കിടന്നേ, ഇല്ലേ നിനക്ക് തന്നെ ആയിരിക്കും പോയി പണിയാകുക. മിത്രയുടെ കവളിലൊന്ന് തടകിക്കൊണ്ട് ഡേവിഡ് പറഞ്ഞതും മിത്ര പിടപ്പോടെ മിഴികളടിച്ച് കിടന്നു. മിത്രയുടെ നെറുകയിലൊന്ന് മുത്തി ഡെവി പുതപ്പെടുത്തി ഇരുവരെയും മൂടി അവളെയും പൊതിഞ്ഞു പിടിച്ച് നിദ്രയെ പുലുകി. രാവിലെ നീറ്റ് കുളി കഴിഞ്ഞതും മിത്ര നേരെ പോയത് ഡാനിയും കുഞ്ഞുണ്ടും കിടക്കുന്നിടത്തേക്കായിരുന്നു. ഡാ കുഞ്ഞുട്ടാ, എണീക്കടാ. കുഞ്ഞുട്ടിന്റെ മേലുള്ള ഡാനിയുടെ കൈകൾ എടുത്ത് മാറ്റി മിത്ര കുഞ്ഞുട്ടിനെ തട്ടി പിടിച്ചു. കുറച്ചു നേരം കൂടി കിടക്കട്ട് ചേടത്തി. മിത്രയുടെ കൈകൾ തട്ടി മാറ്റി തിരിഞ്ഞു കിടന്നു. ഡാ ചെക്ക, എണീക്കടാ. മിത്ര ഇത്തിരി ശബ്ദം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും കുഞ്ഞുട്ടൻ മുച്ചിലോടെ എണീറ്റിരുന്നു. എന്നതാ ചേടത്തി രാവിലെ തന്നെ? എടാ, ഞാൻ ഇന്നലെ ചേനോട് പറഞ്ഞു നോക്കി, പക്ഷെ സമ്മതിച്ചില്ലടാ. മിത്ര മുഖത്ത് കള്ള സങ്കടം വരുത്തിക്കൊണ്ട് പറഞ്ഞതും കുഞ്ഞുട്ടൻ്റെ മുഖം പാടി കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് പോകണ്ട ചേട്ടത്തി, ചേട്ടായിട്ട് ഒന്നുകൂടെ പാറ. മിത്രയെ കെട്ടിപ്പിടിച്ച് തേങ്ങി കരഞ്ഞുകൊണ്ട് കുഞ്ഞുട്ടൻ പറഞ്ഞതും മിത്ര ഉറക്കം പൊട്ടിച്ചിരിച്ചു. അയ്യേ, നീ രാവിലെ തന്നെ കരയാൻ നിൽക്കുന്നോടാ ചേക്ക. മിത്ര പറഞ്ഞത് കേട്ട് കുഞ്ഞുട്ടൻ മൂക്ക് വലിച്ച് അവനെ നോക്കി. ചേടാ, നിന്റെ ചേട്ടായി ഇവിടെ അടുത്തുള്ള വല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർക്കാന്ന് പറഞ്ഞു. മിത്ര പറഞ്ഞത് കേട്ട് കുഞ്ഞുട്ടൻ്റെ അവിശ്വസനീയോട് അവളെ നോക്കി. സത്യമാണ് ചേട്ടത്തി, ചേട്ടായി തീരുമാനം മാറ്റിയോ? വിശ്വാസം വരാതെ കുഞ്ഞുട്ടൻ മിത്രയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതേടെ ചേർക്ക, നിനക്കെന്റെ വിശ്വാസമല്ലേ? വിശ്വാസാണ്, താങ്ക്സ് ചേട്ടത്തി. മിത്രയെ ഇറുകപ്പെടുന്ന അവളുടെ കവളിൽ അമർത്തി ചുംബിച്ച് അതും പറഞ്ഞ് കുഞ്ഞുട്ടൻ റൂമിന് വെളിയിലേക്ക് ഓടി. കുഞ്ഞുട്ടൻ്റെ ഓട്ടം കണ്ട് ചിരിച്ചുകൊണ്ട് മിത്ര ആന കുത്തിയാലും എണീകിലെന്ന പോലെ കിടക്കുന്ന ഡാനിയെ നന്നായി പൊതിപ്പിച്ചു. ചേട്ടായി. ഡെവി ചായ ഉണ്ടാക്കുമ്പോഴാണ് കുഞ്ഞുട്ടൻ സന്തോഷത്തോടെ അലറി വിളിച്ചു വന്ന് ഡെവിയുടെ മേൽ വലിഞ്ഞു കയറി അവൻ ഇറുകപ്പെടുന്ന ഡെവിയുടെ ഇരു കവളിലും മാറി മാറി ചുണ്ടുകൾ ചേർത്തത്. താങ്ക്സ് ചേട്ടായി, എന്റെ ചേട്ടായി തങ്ക, മുത്ത, ഉമ്മ ഉമ്മ. വീണ്ടും വീണ്ടും ഡേവിഡിന്റെ ഇരു കവളിലും മാറി മാറി ചുംബിച്ചുകൊണ്ട് കുഞ്ഞുട്ടൻ പറഞ്ഞു. എന്നതാടാ, നിനക്ക് ഭ്രാന്തായോ?
കുഞ്ഞൂട്ടനെ തൻ്റെ ദേഹത്തിൽ നിന്ന് നടത്തി മാറ്റിക്കൊണ്ട് ഡേവിഡ് ചോദിച്ചു. താങ്ക്സ് ചേട്ടായി, എനിക്ക് ഒത്തിരി സന്തോഷമായി. കുഞ്ഞൂട്ടൻ ഡെബിയെ നോക്കി പറഞ്ഞു. സന്തോഷമൊക്കെ അവിടെ നിൽക്കട്ടെ, മര്യാദക്ക് പഠിച്ചില്ലേ നിനക്ക് കിട്ടുന്നേന്ന്. ഞാൻ നന്നായി പഠിച്ചോളം ചേട്ടത്തി. എന്നാൽ നിനക്ക് കൊള്ളാം. ഇന്ന് തന്നെ ഇവിടെ അടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നമുക്ക് അഡ്മിഷൻ എടുക്കണം. ഡെബി പറഞ്ഞു കേട്ട് കുഞ്ഞുട്ടൻ തലകുലുക്കി ഡെബിയുടെ കവളിൽ ഒന്നുകൂടെ ചൂണ്ടിച്ചേർത്തു. അയ്യേ, പോയി പല്ല് തേക്കട ചേർക്കാം. ഡെബി കള്ള ഗൗരവത്തിൽ പറഞ്ഞതും കുഞ്ഞുട്ടൻ അവരെ നോക്കി പല്ലടിച്ച് കാണിച്ച് പുറത്തേക്ക് പോയതും വാതിൽപ്പടിയിൽ ചാരി അവരെ നോക്കി നിന്നിരുന്ന മിത്ര ഡെബിയുടെ അടുത്തേക്ക് വന്നു നിന്നു. ഈ ചായ ഇന്ന് തന്നെ അവനെ അഡ്മിഷൻ എടുക്കുന്നുണ്ടോ? ഉണ്ട്. അധികം വൈകിയ സീറ്റ് ഫുള്ളായാലേ അഡ്മിഷൻ കിട്ടാൻ പാടായിരിക്കും. അഡ്മിഷൻ ഫീ 1.5 വേണ്ട ചായ. അത്രയ്ക്ക് ചായൻ്റെ അടുത്ത് ഉണ്ടോ? ഇല്ലേ ചെയിൻ എടുത്ത് ചായ. മിത്ര തൻ്റെ കഴുത്തിലുള്ള ചെയിൻ കയ്യിലെടുത്തുകൊണ്ട് ഡെവിയോട് പറഞ്ഞു. അതിനൊന്നും ആവശ്യമില്ല, കുറച്ചൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ കാശിൻ്റെ ബുദ്ധിമുട്ടൊന്നും അവനോട് പറയണ്ട, കുഞ്ഞോട്ട് വിഷമാകും. ഇല്ല ചായ, ഞാൻ പറയത്തില്ല. ഡെബിയെ നോക്കി ഇളഞ്ചിരിയോടെ മിത്ര പറഞ്ഞതും ഡേവിഡ് സ്നേഹത്തോടെ അവളുടെ കവളിൽ തലോടി. അന്ന് തന്നെ ഡേവിഡ് കുഞ്ഞുട്ടിനെയും കൊണ്ടുപോയി അടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുത്തിരുന്നു. കഴുത്തിറക്കുന്ന ഫീസായതുകൊണ്ട് തന്നെ സേവിങ്സ് എല്ലാം അവനും വേണ്ടി ഡേവിഡ് എടുക്കേണ്ടി വന്നിരുന്നു. ക്ലാസ് തുടങ്ങാൻ ഇനിയും ദിവസങ്ങളുള്ളത് കൊണ്ട് അതിൻ്റെ ആശ്വാസത്തിലായിരുന്നു കുഞ്ഞുട്ടൻ. ദിവസങ്ങൾ പോകുന്നതോടൊപ്പം തന്നെ കുഞ്ഞുട്ടൻ്റെ റിസൾട്ട് വന്നു. എല്ലാവരും പ്രതീക്ഷിച്ച പോലെ ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. അധികം വൈകാതെ മിത്രയുടെയും ഡാനിയുടെയും റിസൾട്ട് വന്നു. മിത്രയും രാധവും ഡിസ്റ്റിങ്ഷനോട് തന്നെ പാസ്സായി. ഡാനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. വൈകിട്ട് ഡേവിഡ് സൂപ്പർ മാർക്കറ്റിൽ നിന്നും വരുമ്പോൾ വീടിന് മുന്നിൽ 2 വിലപിടിപ്പുള്ള കാറുകൾ കിടപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ വന്നത് മിത്രയുടെ വീട്ടുകാരാണെന്ന് മനസ്സിലായതും ഡേവിഡ് വേഗം ഉള്ളിലേക്ക് നടന്നു. ആഹാ, ഡേവിഡ് വന്നോ? ഐസക്കിൻ്റെ ഒപ്പം സംസാരിച്ചിരുന്ന അയ്യർ ഡെവിയെ കണ്ട് ചിരിയോടെ ചോദിച്ചതും ഡെവിയും ചിരിച്ച് അയ്യരുടെ അടുത്തിരിക്കുന്ന ദേവനെയും ദീക്ഷിത്തിനെയും നോക്കി നിറഞ്ഞ ചിരി നൽകിയതും തിരിച്ചവരും അവനെ നോക്കി മനസ്സറിഞ്ഞ് പുഞ്ചിരിച്ചു. നിങ്ങളെപ്പറ്റി കുശലാന്വേഷണം പോലെ ഡേവിഡ് അവരോട് ചോദിച്ചു. കുറച്ചു നേരമായി. എന്നാൽ നിങ്ങളിരിക്കും, ഞാനിത് അകത്ത് വെച്ചിട്ട് വരാം. അവരോടായി അതും പറഞ്ഞ് ഡേവിഡ് കയ്യിലുള്ള കിറ്റുകളുമായിട്ട് ഉള്ളിലേക്ക് പോയി. ആളിലേക്ക് കയറിയ ഡേവിഡ് കാണുന്നത് മിത്രയോട് സംസാരിച്ചിരിക്കുന്ന അവളുടെ അമ്മയെയും ഏടത്തെയും പാട്ടിയെയുമാണ്. പാട്ടിയുടെ മുഖഭാവത്തിൽ തന്നെ അവർക്കിടെ വന്നത് പിടിച്ചിട്ടില്ലെന്ന് മനസ്സിലായെങ്കിലും ഡേവിഡ് അതൊന്നും കാര്യമാക്കാതെ അവരോട് സംസാരിച്ച ശേഷം ഡേവിഡ് കവറുകളുമായി കിച്ചണിലേക്ക് പോയതും മിത്രയും ഡേവിക്ക് പിറകെ പോയി. നീ അവർക്ക് കുടിക്കാനൊന്നും കൊടുത്തില്ലേ ദേവ? കവറുകളെല്ലാം സ്ലാബിലേക്ക് വെച്ച് ഡേവിഡ് തൻ്റെ അടുത്തേക്ക് വന്ന മിത്രയോട് ചോദിച്ചു. ഇത്തിരി മുമ്പ് ചായ ഇട്ട് കൊടുത്തിച്ചായ, ഞങ്ങളുടെ റിസൾട്ടിൻ്റെ കാര്യം അറിഞ്ഞ് വന്നതാ അവര്. കഴിക്കാൻ അതിൽ ഉണ്ടാക്കേണ്ട ദേവ. ഇവിടെ ഉണ്ടാക്കിയത് അവർ കഴിക്കൂ, ഇല്ലേ ഓർഡർ ചെയ്യാം? ഓർഡറൊന്നും ചെയ്യേണ്ട ചായ, നമുക്ക് ഇവിടെ ഉണ്ടാക്കാം, അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഫോണെടുത്ത് ഓർഡർ ചെയ്യാൻ നിന്ന ഡെബിയെ തടഞ്ഞുകൊണ്ട് മിത്ര പറഞ്ഞു. അത് ദേവ, നിന്റെ പാട്ടി അവർക്ക്. പാട്ടിയൊക്കെ കഴിച്ചോളൂ, ഈ ചനാഥോത്ത് വിഷമിക്കണ്ട. പിന്നെ ചായ, ധ്യാനേട്ടനെ രാധവിനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറ. കുറച്ചായില്ല അവരിങ്ങോട്ട് വന്നിട്ട്. പറയാം. അത് പറഞ്ഞ് ഡേവിഡ് ഫോണിൽ ധ്യാനിൻ്റെ നമ്പർ ഡയൽ ചെയ്ത് പുറത്തേക്ക് പോയതും മിത്ര അവൾക്ക് കഴിക്കാൻ വേണ്ടതുണ്ടാക്കാൻ തുടങ്ങി. അവൾക്ക് കൂട്ടായി ഭക്ഷണം പാകം ചെയ്യാൻ അവളുടെ അമ്മയും എടുത്തേയും കൂടി. കുറച്ചു നേരം കഴിഞ്ഞതും ഡേവി വിളിച്ച് പറഞ്ഞതനുസരിച്ച് രാധവും ധ്യാനും അങ്ങോട്ട് വന്നിരുന്നു. ഇതാർക്കാ കുഞ്ഞി? യാത്രാക്ഷീണം കാരണം കിടക്കുന്ന രാധവിന് കൊടുക്കാനുള്ള ജ്യൂസ് എടുത്ത് മിത്ര പോകാൻ തുടങ്ങിയതും ആളിൽ ടിവിയും കണ്ടിരുന്നിരുന്ന പാട്ടി മിത്രയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. രാധവിനാണ് പാട്ടി. ഇങ്ങ് തന്നേരെ, ഞാൻ കൊണ്ടു കൊടുക്കാം. പാട്ടി എണീറ്റ് മിത്രക്ക് അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. വേണ്ട പാട്ടി, ഞാൻ കൊണ്ട് കൊടുത്തോളാം. വേണ്ട വേണ്ട, നീ അധികം ആ പെണ്ണിൻ്റെ അടുത്തേക്കൊന്നും പോകണ്ട, അത് ദോഷം ചെയ്യും. പാട്ടി പറഞ്ഞത് കേട്ട് മിത്ര സംശയത്തിൽ നെറ്റിച്ചു വിളിച്ച് പാട്ടിയെ നോക്കി. നിന്നെ പോലെയുള്ള മച്ചികൾ ഇപ്പം ആ വയറ്റിലുള്ള പെണ്ണിൻ്റെ അടുത്തേക്ക് ചെന്നാൽ അത് ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ദോഷമായി ഭാവിക്കും. അതുകൊണ്ട് നീ അതിൻ്റെ അടുത്തേക്കൊന്നും പോകണ്ട. അത്രയും പറഞ്ഞ് പാട്ടി മിത്രയുടെ കയ്യിൽ നിന്നും ജ്യൂസ് വാങ്ങി രാധ കിടക്കുന്ന റൂമിലേക്ക് പോയതും മിത്ര ചെവി കൊട്ടിയടക്കപ്പെട്ടവളെ പോലെ അവിടെ നിന്നു. മച്ചി ആ വാക്ക് വീണ്ടും മുഴങ്ങി കേൾക്കാൻ തുടങ്ങിയതും അവളുടെ നെഞ്ചം വിങ്ങി കണ്ണുകൾ നിറഞ്ഞു. പാട്ടി ഒരിക്കലും ഇങ്ങനെയൊക്കെ പറയുമെന്ന് അവൾ വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മിത്രയിൽ അവരുടെ വാക്കുകൾ വല്ലാത്ത സങ്കടം നിറച്ചു. പാട്ടി രാധവിനുള്ള ജ്യൂസ് കൊടുത്ത് തിരികെ വരുന്നത് കണ്ടതും മിത്ര വേഗം മിഴികൾ അമർത്തി തുടച്ചു. ഇതിന് ഇത്ര മാത്രം കരയാനൊന്നുമില്ല, ഞാനുള്ള കാര്യം തന്നെയാ പറഞ്ഞേ. ഇനി ആ പെണ്ണിൻ്റെ അടുത്തേക്ക് നീ പോകണ്ട. നീ കാരണം അതിനും അതിൻ്റെ വയറ്റിലുള്ളതിനും എന്തെങ്കിലും സംഭവിച്ചാലോ? മിത്ര ഡെബിയെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് തൻ്റെ ചോൽപ്പടിക്ക് വരാത്തതിലുള്ള ദേഷ്യം അവർ മനഃപൂർവ്വം അവളെ കുത്തി നോവിച്ച് തീർത്തു.
എന്തിനാ പാട്ടി ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി ആയില്ലേ? ഒരമ്മയാകാനുള്ള ഭാഗ്യം നിനക്ക് കിട്ടിയോ? ഇല്ലല്ലോ. അപ്പൊ അതിനർത്ഥം നീ മച്ചിയാണെന്നല്ലേ? പാട്ടി പറയുന്നതൊക്കെ കടാര കണക്കെ മിത്രയുടെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. ദേ തള്ളേ, ബാപ്പുട്ടിക്കോ ഇനെന്റെ ചേർത്തി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. അങ്ങോട്ട് വന്ന കുഞ്ഞുട്ടൻ അവർ പറയുന്നത് വ്യക്തമായി കേട്ടു. കൂടെ മിത്രയുടെ കരച്ചിൽ കൂടി കണ്ടതും ദേഷ്യത്തിൽ പാട്ടിക്ക് നേരെ ചീറിക്കൊണ്ട് പറഞ്ഞതും പെട്ടെന്നുള്ള അവന്റെ ആ പ്രതികരണത്തിൽ പാട്ടിയും മിത്രയും ഒന്ന് പകച്ചു പോയതും കുഞ്ഞുട്ടനും അവന്റെ കൂടെ വന്ന ഡാനിയും കരയുന്ന മിത്രയെ ചേർത്ത് പിടിച്ച് പാട്ടിയെ രൂക്ഷമായി നോക്കി. കുഞ്ഞുട്ട, അങ്ങനെയൊന്നും പറയല്ലേ. അവൻ പാട്ടിയെ പറഞ്ഞു കേട്ട് മിത്ര പറഞ്ഞു. ചേട്ടത്തൊന്നും മിണ്ടാന്നേ, അവൻ പറഞ്ഞതിൽ ഒരു തെറ്റില്ല. ശരിക്കും ഈ തളകി നടന്നാൽ പൊട്ടിക്കുക വേണ്ടത്. ഈ വയസ്സായ കാലത്ത് നിങ്ങൾക്ക് എന്തിന്റെ സുഖമാണ് തള്ളേ? നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ ചേട്ടായിയൊക്കെ താരം താഴ്ത്തി കേട്ട് സംസാരിക്കുമ്പോൾ കേട്ടൊന്നും മിണ്ടാന്നതേ. ഞങ്ങൾ ഈ ചേട്ടത്തി ഓർത്ത് മാത്രാ വന്ന് നിങ്ങളിപ്പോ ഞങ്ങൾ ചേട്ടത്തിയും കരയിച്ച് തുടങ്ങില്ലേ? ഇനി മര്യാദക്ക് പാവപ്പെട്ടി നിന്നില്ലെങ്കിൽ നിങ്ങളുടെ നോവ് ഞാൻ എഴുതെടുത്ത് പോലെ പാട്ടിക്ക് വിട്ടുകൊടുക്കും. കാലിന് പോലും വേണ്ടാത്തോ ജന്മങ്ങള്. ദേഷ്യത്തിൽ മുരണ്ടുകൊണ്ട് ഡാനി പറഞ്ഞതും പാട്ടി തിരിച്ചു പറയാനാകാതെ വിളറി വെളുത്തു നിന്നു. അത് പറഞ്ഞവർ ഇത്രയും വലിച്ച് രാധ കിടക്കുന്ന റൂമിലേക്ക് പോയി.